ഇന്നത്തെ വിശുദ്ധമായ ആരാധനയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും
നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണം പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ശരീരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് അടുത്തു വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കി മൗനമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വന്നുപോയ കുറവുകളെ, പോരായ്മകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ദൈവിക കൽപ്പനകളോട് മറുതലിച്ചു പോയത്, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്, ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചതും ചിന്തിച്ചതും സംസാരിച്ചതും ഇടപെട്ടതുമായ എല്ലാം ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. സ്വർഗസ്ഥപിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുളത്തിലേ നടന്നിരിക്കുന്നത്. കർത്താവിന് നാം വച്ചിരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാകുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയവും ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മാത്രമായി ജീവന്റെ പദവിയിൽ നിന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്ത എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചു അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടിയിരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് ബിംബ 13-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. കാരുണ്യവാനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും പാപം പരിഹരിക്കുന്ന യാഗമായി സ്വയം സമർപ്പിച്ച ജീവന്റെ അപ്പമായ ക്രിസ്തുവിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രമർപ്പിക്കുന്നു. ഞങ്ങൾ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ ക്രൂശിലെ പരമയാഗത്തെ നന്ദിയോടെ ഓർക്കുവാനും ഞങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി കർത്താവിന് വീണ്ടും സമർപ്പിക്കുവാനും സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നു നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 100-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 100. സങ്കീർത്തനം 100 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്ത തലമുറ തലമുറയായും ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം മുതൽ 59-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം മുതൽ. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടൽക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കാൻ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു.
അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നുവെന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബര്യാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെയില്ല, ശിഷ്യന്മാരുമില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടകു കയറി യേശുവിനെ തിരഞ്ഞ് കഫർന്നഹൂമിൽ എത്തി. കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തു നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ നിന്ന് ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസഫിൻ്റെ പുത്രനായ യേശു അല്ലയോ? അവൻ്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിനടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട്
ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരണയാഗമായി തീർന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ആരാധനയുടെ അനുഭവക്കാരായി മാറുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നിർമ്മലീകരിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ വചനത്തെ അയച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന് മുൻപാകെ ബലഹീനരാകുന്ന അടിയങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുമ്പോൾ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അങ്ങയുടെ വചനത്തെ അയച്ച് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളുടെ അനുദിനമുള്ള ജീവിതത്തിൽ ആ ജീവൻ്റെ പ്രകാശപൂർണ്ണരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈശ്വര ഭാവനയുടെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സന്തോഷമുള്ള ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹത്തോടെ എല്ലാവരെയും ഈ ദിവസം കാത്തു പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ സംസർഗം എന്ന ഉദാശയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ അത്താഴം എന്ന ഉദാശയെന്നും വിശുദ്ധ സംസർഗം എന്ന ഉദാശയെന്നും ഒക്കെയുള്ള പല പേരുകളിൽ നമുക്ക് ഈ വേദഭാഗം കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വേദഭാഗങ്ങൾ 4 വേദഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് നൽകിയിരിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം, 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വേദഭാഗവും നാം ഇന്ന് വായിച്ച 100-ാം സങ്കീർത്തനവും അതുപോലെ ലേഖന വേദഭാഗത്തിൽ നിന്ന് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 30 വരെയും അതുപോലെ ഇപ്പോൾ നാം വായിച്ച യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15 മുതൽ 59 വരെയുമുള്ള വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. അതിൽ സുവിശേഷ വേദഭാഗമായ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15 മുതൽ 59 വരെയുള്ള വേദഭാഗം നമ്മുടെ ഇന്ന് ചിന്തയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. വലിയ ഒരു നീണ്ട വേദഭാഗം ഇന്ന് ചിന്തയ്ക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ആ വേദഭാഗം ഞാൻ ഇനി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഒരിക്കൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും നിങ്ങൾ ഓർമ്മയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ദാർശനികനായ ഓഷോ എന്ന് പറയുന്ന ചിന്തകനോടൊരിക്കൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യം, ശ്രീബുദ്ധനും യേശുവും തമ്മിലുള്ള അന്തരമെന്ത് എന്ന് ചോദിച്ചു. അദ്ദേഹം അല്പസമയം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, അദ്ദേഹം അത് ഒരു ജീവാനുഭവം അല്ലെങ്കിൽ ഒരു കഥ രൂപത്തിലാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. ശ്രീബുദ്ധൻ മരിക്കുവാൻ കിടക്കുന്നു. അരികിലായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാർ നിൽക്കുന്നു. അതിൽ ആ ദുഃഖം
തളം കെട്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ശ്രീബുദ്ധനോട് അദ്ദേഹത്തിൻ്റെ ഈ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിച്ചു, ഗുരു, അങ്ങ് മരിക്കുവാൻ ഒരുങ്ങുകയാണല്ലോ, അങ്ങ് എന്നും ഓർക്കുവാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ചതിന് ശേഷം ഒരു മനോഹരമായ പുഷ്പമെടുത്ത്, ഒരു പൂവെടുത്ത് തൻ്റെ ശിഷ്യന്മാർ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം ഈ ലോകത്തോട് യാത്രയായി. കുറച്ച് നാളുകൾ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ പൂവ് വാടിപ്പോയി. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇങ്ങനെയാണ്, ഓർമ്മയ്ക്കായിട്ട് നൽകിയ പുഷ്പം അത് വാടിപ്പോയ ഒരു സാഹചര്യം. എന്നാൽ അതിനെ അല്പം അതിനെ സാഹിത്യവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് യേശു നൽകിയത് തൻ്റെ സ്വന്തം ശരീരം തന്നെ നുറുക്കി അത് തന്നെ അപ്പവും പാനീയവുമായിട്ട് നൽകി എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അത് ഇന്ന് 2000 വർഷങ്ങൾക്കിപ്പുറം ലോകം അത് ആ ഒരു വലിയ ഓർമ്മയുടെ അനുഭവം ഇന്നും ആചരിക്കുന്നു എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് വിശുദ്ധ സംസർഗം എന്ന കൂദാശയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു സാഹചര്യം, എന്നും ലോകം നിലനിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ 2ാം വരവിലെയും ആചരിക്കുവാൻ ക്രിസ്തു നമുക്ക് നൽകിത്തന്ന ഈ ഓർമ്മയുടെ ഒരു സക്രമെന്റ്, അതിനെ അനുഭവിക്കുവാൻ നമുക്ക് ദിനവും സാധിക്കും. ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ച് നമുക്ക് 2 സാക്രമെന്റുകളാണുള്ളത്, ബപ്തിസ്മയും വിശുദ്ധ സംസർഗ ശുശ്രൂഷയും. യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ സംസർഗം എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയുടെ ഏറ്റവും കേന്ദ്രമായ ഒരു ശുശ്രൂഷയും കേന്ദ്രമായ ഒരു കർമ്മവും, ഒരു സെൻട്രൽ ആക്റ്റാണ്, ഒരു കേന്ദ്രമായ ഒരു ശുശ്രൂഷയാണ് യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ പല പേരുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹോളി യൂക്കറിസ്റ്റ് എന്നും, ലോർഡ്സ് സപ്പർ എന്നും, ഹോളി കമ്മ്യൂണിയൻ എന്നും, അതുപോലെ വിശുദ്ധ കുർബാന എന്നും, അതുപോലെ മാസ് എന്ന്, അതുപോലെ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ് എന്ന് പല പേരുകളിൽ ഈ ഒരു ശുശ്രൂഷയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ആംഗ്ലിക്കൻ ട്രഡീഷനിൽ അതിനെ ഹോളി യൂക്കറിസ്റ്റ് എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നാം എല്ലാ ആഴ്ചയും ആരാധനയുടെ കേന്ദ്ര ഭാഗമായിട്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുമ്പോൾ നാം എങ്ങനെയാണ് ഇതിനെ അനുഭവിക്കുന്നത്, എന്താണ് ആ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതി എന്നുള്ളത് നമ്മളൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. രസകരമായ ഒരുപാട് ഡെഫിനിഷൻസ് അതിനുണ്ടെങ്കിലും അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനും നിങ്ങളും ഈ തിരുമേശയുടെ ഭാഗമായി തീരുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? നിങ്ങളുടെ ചിന്തയിലേക്ക് ഏതാനും കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. ഒന്ന്, വിശുദ്ധ സംസർഗം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ഓർമ്മയുടെ അടയാളമായി തീരുവാൻ ഇടയാണ്. ഹോളി കമ്മ്യൂണിയൻ ഈസ് എ സൈൻ ഓഫ് റിമെമ്പറൻസ്. ഇതൊരു ഓർമ്മയുടെ ഒരു അടയാളമായിട്ട് മാറും. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, പിന്നെ അവനെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്തു എന്ന് പറഞ്ഞു. ഓർമ്മ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിലനിർത്തുക എന്ന അർത്ഥമാണ് നമ്മൾ അതിന് നൽകുന്നത്. ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം നിലനിർത്തുക. അപ്പോൾ അപ്പം നുറുക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വിടുതലിൻ്റെ ഒരു ശുശ്രൂഷയാണ് അല്ലേ? അതിന് നമ്മൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ് ഓർമ്മ എന്ന് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ മിസ്രയീമിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനതയെ മോശെ എന്ന ധീര നേതാവിലൂടെ ദൈവം വിടുവിച്ചതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് യഹൂദന്മാർ പെസഹ ആചരിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് കഷ്ടതയിലും ഭാരത്തിലും വേദനയിലും ആയിരിക്കുന്ന ഒരു ജനത്തോടുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് പെസഹ എന്ന് പറയുന്നത്. ആ പെസഹയുടെ ആചരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന യേശു കർത്താവും ശിഷ്യന്മാരും അവര്
ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു വലിയ തിരുവത്താഴത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷ. അപ്പോൾ ഞാനും നിങ്ങളും ഈ തിരുമേശയുടെ ഭാഗമായി തീരുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന എന്താ? ഇതൊരു ഓർമ്മയാണ്. അനന്തര തലമുറയുടെ ദൈവത്തോടുള്ള ഒരു കടപ്പാടിൻ്റെ, ദൈവത്തോടുള്ള ഒരു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ, അവരുടെ കണ്ണുനീരിനെ കണ്ട ദൈവം, അവരുടെ വേദനയെ അറിഞ്ഞ ദൈവം, അവരുടെ നിലവിളിയെ ശ്രദ്ധിച്ച് മറുപടി നൽകിയ ദൈവമേ, ഞങ്ങൾ ഈ തിരുമേശയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങൾ ഒരുമിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മെ മതിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിമോചനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന അനുഭവമാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ തിരുമേശയുടെ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഇരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അർപ്പിച്ച ഒരു യാഗമാണ് ഈ തിരുവത്താഴം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഇരട്ടിയായി മാറും. അതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഓർമ്മയാണെന്ന് പറയുമ്പോൾ എന്താ ഈ ഓർമ്മ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ പിതാക്കന്മാരുടെ കാലം മുതലേ വിശ്വസ്തനായ ദൈവം. ആ ദൈവം എൻ്റെ പിതാക്കന്മാരെ നടത്തി, അവരുടെ ശേഷമുള്ള തലമുറകൾ, എൻ്റെ തലമുറ വരെയും ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇടയായി തീരണം ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ ഭാഗമായി നാം മാറുന്നു. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് വിശുദ്ധ സംസർഗം എന്ന് പറയുന്നത് ഇതൊരു നുറുക്കപ്പെടലിൻ്റെ ഒരു അടയാളം. ഹോളി കമ്മ്യൂൺ ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ ബ്രേക്കിംഗ്. ഇതൊരു നുറുക്കപ്പെടലിനുള്ള ഒരു ക്ഷണമാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ മേശയുടെ അനുഭവം എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നാം നുറുക്കുന്നപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ എന്ന് അവിടെ പറഞ്ഞു. അത് യേശു കർത്താവ് സ്വന്തം ശരീരത്തിന് നുറുക്കപ്പെടലിനെ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ല. ഇതിനുശേഷം യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണം സംഭവിക്കുന്നു. അപ്പോൾ ആ ക്രൂശ് മരണത്തിന് മുൻപായിട്ട് ക്രിസ്തു തൻ്റെ സ്വന്തം മരണത്തെ തന്നെ പ്രതിപാദിക്കുക ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ഈ ഒരു നുറുക്കപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ മനുഷ്യൻ്റെ രക്ഷ സാധ്യമായി തീരുകയാണ്. എത്ര വേദനയോടെ ആയിരിക്കും കർത്താവ് ആ കാൽവരി ക്രൂശിൽ കിടന്നത്. അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ആ നുറുക്കപ്പെടലിൻ്റെ ഒരു വേദന, ദ ഹാർട്ട്നെസ് ഓഫ് പെയിൻ, ആ വേദനയുടെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ആ ഒരു അർത്ഥത്തോടെ ഈ തിരുമേശയുടെ ഭാഗമായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. വെറുതെ അലംഭാവത്തോടെ വന്ന് ഈ തിരുമേശയുടെ ഭാഗമായി തീരുകയല്ല, മറിച്ച് ദ ഹാർട്ട്നെസ് ഓഫ് പെയിൻ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു അല്ലേ? ഒരു ജനതയുടെ മുഴുവൻ അപമാനം, അതുപോലെ തന്നെ നിന്ന, ദുഷിപ്പ് ഒക്കെ ഏറ്റുവാങ്ങുന്നു. മാത്രമല്ല ചാട്ടമാറുകൊണ്ടുള്ള അടിയും ഒക്കെ കർത്താവ് ഏറ്റുവാങ്ങും. വെള്ളം കുടിക്കുവാൻ ഒരിച്ചു ദാഹജലം ചോദിച്ചിട്ട് പോലും അതുപോലും കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വയം നുറുങ്ങിയ അനുഭവത്തേക്കാൾ അല്ലെങ്കിൽ വേദനിച്ച അനുഭവങ്ങളെക്കാൾ കർത്താവിനെ ഏറെ ഒരു പക്ഷേ വേദനിപ്പിച്ചിരിക്കുക എന്നാണ്. താനേറെ സ്നേഹിച്ച് ജനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ കർത്താവ് ഏറ്റുവാങ്ങി എന്തിനു വേണ്ടിയാണ്? സകല ജനത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാനും നിങ്ങളും ഈ തിരുമേശയുടെ ഭാഗമായി ഈ വിശുദ്ധമായതിനെ ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ ഓർക്കുക, ഇതൊരു നുറുക്കപ്പെടലിനുള്ള ക്ഷണമാണ്. ഞാൻ നുറുക്കപ്പെട്ടതുപോലെ നിങ്ങളും നുറുക്കപ്പെടണം. അതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് എന്ന് നാം പ്രഖ്യാപിക്കുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കപ്പെടാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ചിന്തകൻ പറഞ്ഞത്, ദർ ഇസ് നോ മേക്കിംഗ് വിത്തൗട്ട് ബ്രേക്കിംഗ് എന്നാണ്. ദർ ഇസ് നോ മേക്കിംഗ് വിത്തൗട്ട് ബ്രേക്കിംഗ്. നുറുക്കാതെ ഒന്നിന് രൂപം കൊടുക്കുവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നുറുക്കാതെ മറ്റൊന്നിന് ജന്മമേകുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് ആണ്. നമുക്കത് വ്യക്തമായ ഉദാഹരണം തന്നെ നമ്മുടെ ദേവാലയം തന്നെ.
അല്ലേ? എത്രയോ മിഷണറിമാർ, ഹെൻറി ബേക്കർ സീനിയർ, ജൂനിയർ മുതലായ ഏറ്റവും പ്രഗത്ഭരായ മിഷണറിമാരുടെ ത്യാഗപൂർവമായ ജീവിതം, അവരവരുടെ ജീവിതത്തെ അവർ നുറുക്കിയതാണ്. ആ നുറുക്കപ്പെടലാണ് ഈ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ, എത്രയോ പാരമ്പര്യം പേർന്ന എത്രയോ കുടുംബങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനശീലമാക്കിയതാണ് മിഷണറിമാരുടെ ജീവിതത്തിൻ്റെ അവരുടെ നുറുക്കപ്പെടലിൻ്റെ അനുഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രൂശിലൂടെ ക്രിസ്തു ആ യാഗമായി തീർന്നുവെങ്കിൽ ക്രിസ്തു അനുഗാമികളായ ഞാനും നിങ്ങളും നുറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ആ ഒരു ചിന്തയുടെ ഭാഗമായി മാറുകയാണ് ഈ തിരുമേശയുടെ അനുഭവക്കാരായി ഞാനും നിങ്ങളും മാറുമ്പോൾ എന്നുള്ളത് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഓർത്തിരിക്കുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് വിശുദ്ധ സംസർഗം എന്ന് പറയുന്നത് ഇതൊരു കൂട്ടായ്മയുടെ അടയാളമാണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് ഫെലോഷിപ്പ്. ഇതൊരു കൂട്ടായ്മയുടെ ഒരു അടയാളം. കമ്മ്യൂണിയൻ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ വിശുദ്ധ യൂക്രിസ്റ്റ് എന്നും ഹോളി കമ്മ്യൂണിയൻ എന്നും നമ്മൾ പറയാറ്. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഇതൊരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പാണ്. അല്ല, നമ്മൾ വീട്ടിൽ നമ്മളൊരു ഗസ്റ്റ് വരുന്നു, ആ ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റും നമ്മളും ഒരുമിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. ഇതൊരു ഫെലോഷിപ്പാണ് എന്ന് പറയുന്ന പോലെ ഒരു വിശ്വാസ സമൂഹമാവുന്ന നമ്മൾ ഈ തിരുമേശയിൽ നിന്നും കർത്താവ് അനുഷ്ഠിക്കുവാൻ നമുക്ക് നൽകിയ ഈ അപ്പവും വീഞ്ഞും നമ്മൾ അത് ഇപ്പോൾ ഒരുമിച്ചൊരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ പങ്കുവെക്കുക. കോവിഡിന് മുമ്പ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഈ കാസയിൽ നിന്നും പിലാസയിൽ നിന്നുമാണ് അപ്പം നുറുക്കുകൾ അതുപോലെ വീഞ്ഞും നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്യും. എന്നാൽ ഇപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ അത് ചെറിയ ചെറിയ കപ്പുകളിലാക്കി നമ്മളത് ക്രമീകരിക്കുക. പക്ഷേ അത് ഒരു പാത്രത്തിൽ ക്രമീകരിച്ച് അതിൽ നിന്ന് നമ്മൾ പകർന്നാണ് അത് ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ഭാഗമായി നമ്മൾ മാറുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാർ പെസഹ ആചരിച്ച എങ്ങനെ? അവർ ഒരു കുഞ്ഞാടിനെ അറുത്താൽ അത് കുറച്ച് വീട്ടുകാർ ഒരുമിച്ച് അവർ പങ്കുവെച്ചാണ് പെസഹ ആചരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൂട്ടായ്മയുടെ സന്തോഷമാണ്. അതായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അവരുടെ രീതി എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി എന്നുള്ളതിനേക്കാൾ അവർ ഒന്നിനെ നുറുക്കി ഒരു കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുന്ന ഒരു രീതികളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ അതിൻ്റെ പുറപ്പാട് 12:4 പറയുന്നുണ്ട്, ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണമെന്ന് പറയുമ്പോൾ ഇതൊരു കൂട്ടായ്മ. ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ തിരുമേശയുടെ ഭാഗമായി തീരുമ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിച്ചു. അതിൽ വിവിധ മനോഭാവത്തിലുള്ളവരുണ്ടായിരുന്നു. തന്നെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ടായിരുന്നു, തന്നെ കാണിച്ചു കൊടുക്കുന്നവരുണ്ടായിരുന്നു, അതുപോലെ പല സ്വഭാവങ്ങളിലുള്ള പല ചിന്താഗതികളുള്ള. പക്ഷേ യേശു കർത്താവ് ആരെയും വിലക്കിയില്ല. എല്ലാവരെയും കർത്താവ് തിരുമേശയുടെ അനുഭവത്തിൽ ഉൾക്കൊണ്ടു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ഇതൊരു പുതിയ കാഴ്ചപ്പാട്, ഒരു സഭയ്ക്കുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടാണ് ഈ തിരുമേശയുടെ അനുഭവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവസമൂഹം. അവിടെ യഹൂദൻ എന്ന വേർതിരിവില്ല, അതുപോലെ യവനൻ എന്ന വേർതിരിവില്ല, ദാസൻ എന്ന വേർതിരിവില്ല, സ്വതന്ത്രൻ എന്ന വേർതിരിവില്ല, സ്ത്രീ എന്ന പുരുഷൻ എന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ഒരു മേശയിൽ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഒരു ക്രൈസ്തവ മനോഭാവം. ഈ കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ സഭയ്ക്ക് നിലനിർത്തുവാൻ എത്രത്തോളം സാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അത്തരത്തിലുള്ള ലിംഗ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മനുഷ്യർ തമ്മിൽ വേർതിരിവുകളില്ലാതെ നിലനിർത്തുവാൻ സാധിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ആ ഒരു ഇനീഷ്യേറ്റീവിന് സഭയ്ക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ തിരുവത്താഴ ശുശ്രൂഷയെ നാം അനുഷ്ഠിക്കുമ്പോൾ നാം എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഒരു പാത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉൾക്കൊള്ളലിൻ്റെയും അതുപോലെ തന്നെ ഒരു അംഗീകരിക്കലിൻ്റെയും ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് സഭ നൽകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അവിടെ ആർക്കും വ്യത്യാസമൊന്നുമില്ല. ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഞാനും നിങ്ങളും അപ്പം കഴിക്കുന്നു, ഞാനും നിങ്ങളും ആ ക്രിസ്തുവിൻ്റെ രക്തത്തെ ഞാനും നിങ്ങളും പാനം ചെയ്യുന്നു എന്നുള്ളത് ഓർമ്മിക്കും. അപ്പോൾ ഇതൊരു ഒരുമയുടെ സന്ദേശം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കണം. അവസാനമായിട്ട് സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവസാനമായിട്ട് വിശുദ്ധ സംസർഗം എന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ ഒരു അടയാളമാണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് ക്രൈസ്റ്റ് സെക്കൻഡ് കമ്മിങ്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ പുനരാഗമനത്തിൻ്റെ ഒരു അടയാളമാണ്
ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർത്തിരിക്കും. ക്രിസ്തു എന്താണ് ഇത് അനുഷ്ഠിച്ചുകൊണ്ട് പറയുന്നത്? ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യും. അതായത് ക്രിസ്തുവിൻ്റെ ഒരു രണ്ടാം വരവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് സഭ പ്രഖ്യാപിക്കുക ഈ മേശയുടെ ഭാഗമായിട്ട്. ഞാൻ വരുവോളം, ഇത് ക്രിസ്തു രണ്ടാമത് വരുന്നിടം വരെ ഇത് അനുഷ്ഠിക്കപ്പെടത്തുള്ളൂ. വേദപുസ്തകം അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ മാത്രമേ ഉള്ളൂ ഈ തിരുവത്താഴ ശുശ്രൂഷ അനുഷ്ഠിക്കപ്പെടുത്തുള്ളൂ. പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കർത്താവേ, നിന്റെ വീണ്ടും വരവ് വരെ ഞാൻ ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ ഭാഗം. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി സഭ ഒരുങ്ങുന്നുവെന്നും ആ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ വരവ് സഭ വിശ്വസിക്കുന്നുവെന്നും ഞാനും നിങ്ങളും ഉറക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധമായതിനെ ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും എന്തുവാ ചെയ്യുന്നത്? ഈ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയാണ്. ഞാനിത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എത്രത്തോളം ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ സാധിച്ചിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായിട്ട് വായിച്ച വാക്യം ഇന്നും കൂടെ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യത്തിൽ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, അവനിൽ നിത്യജീവനുണ്ട് എന്നവിടെ വായിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, അവനിൽ നിത്യജീവൻ. നിത്യമായ ഒരു ജീവൻ അനുഭവക്കാരായി മാറുവാൻ നമുക്കിടയായി തീരണം. ക്രിസ്തു നമുക്ക് നൽകിത്തന്ന ഈ ഒരു തിരുവത്താഴ ശുശ്രൂഷയുടെ അനുഭവം അതിൻ്റെതായ അർത്ഥങ്ങളോടെ ഉൾക്കൊള്ളുവാനും അതിൻ്റെതായ വിശാലമായ അർത്ഥങ്ങളോടെ അതിനെ സ്വീകരിക്കാനും നമുക്കിടയായി തീരുമ്പോൾ അവിടെ നമ്മുടെ ജീവിതം അത് അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അലംഭാവത്തോടെയോ ദൈവത്തോട് മറുതലിച്ചുകൊണ്ടോ ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ ഭാഗമായി തീരരുത് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സർവ്വബഹുമാനവും മഹത്വവും അത് അവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിൽക്കവേ തന്നെ നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയിൽ കാണപ്പെടാവുന്നതുമായ സകലത്തെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ അവൻ സർവ്വലോകത്തിന്റെ പിതാവ് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശം പ്രകാശം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കഥകളെ വണക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി ആരാധനയുടെ അനുഭവക്കാരായി മാറുവാൻ വലിയവനായ ദൈവം നമ്മെ ഒരുക്കി അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കും കൃപകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്രയോ പേര് ഈ ദിവസം കാണാതെ ഈ ലോകത്ത് നിന്നും വേർപെട്ടുപോയി. എത്രയോ പേര് ശാരീരികമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും നിമിത്തം ആശുപത്രികളിലും ഭവനങ്ങളുമായിട്ട് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു. ദൈവം അവരെയൊക്കെ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വീഴ്ചകളിലും ദൈവം നമ്മെ കാവൽ ചെയ്ത് നടത്തിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കാവശ്യമായ സന്തോഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നു. നാം ദൈവത്തോടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി നൽകി തന്നു. നമ്മുടെ ജീവിതം ദൈവം കരുണയോടെ കടാക്ഷിച്ചു.
എല്ലാ കൃപകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ പ്രതിസന്ധികൾ വീണ്ടും പിടിമുറുക്കുമ്പോൾ കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ സുരക്ഷിതരായി കാത്തുപരിപാലിച്ചു ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ, ഈ പ്രതിസന്ധികളെയും വിട്ടൊഴിഞ്ഞ് ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ രാജ്യം, ഈ പ്രപഞ്ചം ഒന്നാകെ കർത്താവേ ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവക്കാരായി, ദൈവത്തോട് നന്ദിയുള്ളവരായി, ദൈവത്തോട് വിധേയത്വമുള്ളവരായി, ദൈവത്തോട് കടപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം വന്നുപോയ കുറവുകളെ, വീഴ്ചകളെയൊക്കെ ദൈവസന്നിധിയിൽ നാം ഏറ്റുപറഞ്ഞു. ദൈവം നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നതോർത്ത് നമ്മുടെ ജീവിതം നൽകിയ പാപം ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ദൈവം നമുക്ക് നൽകി തന്നു. പലപ്പോഴും തിരുവത്താഴ ശുശ്രൂഷ നാം അനുഷ്ഠിക്കുമ്പോൾ കേവലം ഒരു ആചരണമായിട്ടോ അതൊരു പ്രകടനമായിട്ടോ ഒക്കെ മാറിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ. എന്നാൽ ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറം ആന്തരികമായി ഞങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവകൃപയുടെ അടയാളമായി, ദൈവകൃപയുടെ ഒരു നേർസാക്ഷ്യമായി ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾ മാറുവാൻ ദൈവകൃപ അറിയണമേ. ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഓർമ്മയുടെ സക്രം എന്താണ്? ഒരു നുറുക്കപ്പെടലിൻ്റെ അനുഭവമാണ്. ഇതൊരു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അനുഭവമാണ് എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്ത ദൈവം അവിടെ നൽകി തന്നുവല്ലോ. അതുകൊണ്ട് കർത്താവേ, കൂട്ടായ്മയുടെ അനുഭവക്കാരായി ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാ ഇടവകയെ പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ CSA സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ അധികമുള്ള മഹാ ഇടവക ദൈവസന്നിധിയിൽ ഓർക്കാം. നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിയ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ മഹാ ഇടവകയിലെ എല്ലാ പട്ടത്ത സമൂഹത്തെയും, സഭാപ്രവർത്തകരെയും, മിഷണറിമാരെയും, സിസ്റ്റർഹുഡിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കുന്നവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വമേധയാ സുവിശേഷ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാ ഇടവകയുടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും, സഭയുടെ മറ്റ് സുവിശേഷ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മളുടെ ഇടവകയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെതായ പ്രയാസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവം നമ്മെ ക്ഷേമമായും അനുഗ്രഹമായും നടത്തുന്നു. പ്രതിസന്ധികളുടെ അനുഭവങ്ങളിൽ ദൈവം കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ, ഓരോ നാളും അങ്ങയുടെ കൃപയിൽ ബലപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ രോഗികളായിട്ടുള്ളവർ, കാര്യങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വാർദ്ധക്യ സഹിതമായ ക്ഷീണത്തിലും പ്രയാസങ്ങളുമായിരിക്കുന്നവർ, നമ്മുടെ യുവജനങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഉപജീവന മാർഗം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോട് നൽകി കൊടുക്കണമേ ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കുടുംബജീവിതത്തിന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവ് അവിടുന്ന് ഒരു കുടുംബജീവിതത്തെ അവിടെ ക്രമീകരിച്ച് ഒരുക്കി നൽകണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നത പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വഴിയും മാതൃകകളും തുറന്നു നൽകണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിൽ കർത്താവ് പ്രശ്നങ്ങളും സമാധാനവും നഷ്ടപ്പെട്ട അനുഭവങ്ങളുള്ളവർ, മദ്യപാനത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ കോവിഡിൻ്റെതായ പ്രയാസങ്ങളിൽ ഉപജീവന മാർഗം പോലും പ്രതിസന്ധിയിലായിരിക്കുന്നവർ, കർത്താവെ അവർക്ക് അവിടുന്ന് വഴികാട്ടിയായി, അവിടുന്ന് ആശ്വാസദായകനായി കൂടെ ഇരുന്ന്
അവർക്ക് വഴിയും മാതൃകകളും ദൈവം ഒരുക്കി നൽകണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലെ ആത്മീയത ശക്തിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്താവേ വിശ്വാസ ജീവിതത്തിലെ പോരായ്മകളെ അവിടെ പരിഹരിച്ച് സഭയോടും ദൈവത്തോടും സ്നേഹവും പ്രതിബദ്ധതയുമുള്ളവരായിരിക്കാൻ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ ഒരുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നാം സഭയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് പ്രതിസന്ധികളെ ഞങ്ങളുടെ സമൂഹം ഒരുമിച്ച് നേരിടുവാൻ ഇതിനെ അതിജീവിക്കാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകമൊട്ടാകെ നേരിടുന്ന പലവിധമായ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജനത്തിന് സുരക്ഷിതമായ ഒരു ജീവിതാനുഭവം, സമാധാനമുള്ളൊരു ജീവിതാനുഭവം ദൈവം അവിടെ പ്രാപ്യമായി തീരുവാൻ ഇടയാകണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നൽകുന്ന അധ്യക്ഷനെ കുടുംബമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ കൃപയെ ആദരിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സഭയുടെ 2 ശുശ്രൂഷകരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്ത് ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, ഇന്നീ പ്രഭാതത്തിൽ കർത്താവ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് ഈ ആരാധന അനുഭവക്കാരായി മാറുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഒട്ടേറെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിച്ചു പോകാത്ത സ്തോത്രം. കർത്താവ് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും സ്വർഗം തുറന്ന് കേട്ട് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ, പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കർത്താവെ ജാഗ്രതയോടിരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവശബ്ദത്തിന് കാതോർത്തുകൊണ്ട് കർത്താവെ
ഞങ്ങളുടെ ജീവിതം കർത്താവ് ധന്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കാം. നിങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം. വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ ചലിപ്പിക്കുവാനും അർത്ഥമുള്ളതാക്കി തീർപ്പാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ദൈവത്തിന് കൃപയാവരിക്കണം. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ആരാധന പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ ദൈവം ഞങ്ങളെ കൈവിടാത്തൊരു ദൈവമാണ്. ഞങ്ങൾ എരുതിയുടെ അനുഭവത്തിലേക്ക് വീണാലും ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ വന്നാലും കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന സുരക്ഷിതത്വ ബോധം കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ഭരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പ്രതിസന്ധിയുടെയോ വേദനയുടെയോ രോഗങ്ങളുടെയോ കർത്താവ് ജീവിതത്തിലെ ഏതൊരു അനുഭവങ്ങളായിരുന്നാലും ഞങ്ങൾ കർത്താവ് തളർന്നു പോകുവാനോ വീണു പോകുവാനോ ഇടയായിത്തീരാതെ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതം അത് ബലമുള്ള അനുഭവമായി മാറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേശയുടെ ഭാഗമായി തീരുവാൻ ഞങ്ങളെ ഒരുങ്ങുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും യോഗ്യതയുള്ളതാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഓർമ്മയ്ക്കായി കർത്താവെ അങ്ങയെ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അന്ത്യത്തോളം കർത്താവിൻ്റെ രണ്ടാം വരവരെയും ഈ ലോകത്തിൽ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാവട്ടെ. അപ്പം തൊട്ട് ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഖവും എത്ര മനോഹരമാകുന്നു. അപ്പോൾ നാം കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമാകുന്ന ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ. ക്രിസ്തീയ ഗീതങ്ങളിൽ 222 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 222. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്തോത്ര വഴിപാടുകളെ ഇങ്ങോട്ട് കടന്നു വന്ന് അർപ്പിക്കാവുന്നതാണ്. ഗീതം 222. Amen.
നാം അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെയും നമ്മയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ല. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും അങ്ങ് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നതുപോലെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവരുടെ സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതു സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളെപ്പോൾ നിന്നെ സ്തുതിച്ചും സൈനികമായ പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും സ്വർഗസ്ഥ പിതാവേ, സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മനോനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തേക്കുകയും താൻ വീണ്ടും വരുവോളം തലവിലേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ എത്തിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും
അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവൻ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണവിടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിരദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ഈ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിർപരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവരിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹായ എന്ന നിലയാകുന്ന അവനിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സ്വർഗസ്ഥനായ പിതാവേ, കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ സ്വയമായി കർത്താവിൻ്റെ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ഒരിക്കലും യോഗ്യതയുള്ളവരല്ല. എന്നാൽ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് അവയിൽ നമ്മെ വീണ്ടെടുക്കുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ കാൽവരി ക്രൂശിൽ ചൊരിയപ്പെട്ടത് എനിക്ക് വേണ്ടി കൂടെ ആകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ അനുതാപ ഹൃദയത്തോടും പൂർണ്ണമായ സമർപ്പണത്തോടും വിനയത്തോടും കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. താഴ്വരുന്ന പ്രാർത്ഥന ഏറ്റവും വിനയത്തോടും സമർപ്പണത്തോടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ പലവിധമായ വലിയ കരുണകളല്ലാതെ ഞങ്ങളുടെ സ്വന്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മേശയിലേക്ക് ഒരുപാട് കഴിയുന്നില്ല. ഞങ്ങളുടെ മേശകൾ വീഴുന്ന അപ്പനൊക്കെ പോലും അനുഭവിക്കാൻ ഞങ്ങൾക്കുള്ളവരല്ല. എന്നാൽ അങ്ങ് എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവം അനുഗ്രഹമുള്ള കർത്താവേ, ഞങ്ങളുടെ പാവശല്യങ്ങളും ആത്മാക്കളും മനുഷ്യത്വനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താണ് സ്വീകരിക്കുവാൻ ദൈവത്തിൽ നിന്നുള്ളവ ദൈവജനങ്ങൾക്ക് ജീവന്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാന്തരയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ സ്വീകരിക്കാം. ഈ ആഴ്ചയിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളെയും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് അർപ്പിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കും. നിങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ആയുസിൻ്റെ പുതിയൊരു വർഷത്തിലേക്കും കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്കും പ്രവേശിക്കുന്നതായ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്നതായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും കർത്താവെ, ദൈവകൃപയും കർത്താവെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാതുരമായ ലോകത്ത് കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിക്കുമ്പോൾ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ, ദൈവത്തോട് കൂടുതൽ അടുത്ത് ചേർന്ന് ജീവിപ്പാൻ പുതിയ വർഷത്തിൽ കർത്താവെ നമ്മുടെ മക്കളെ അവിടുന്ന് ഇടയാക്കണം.
അവർ വസിക്കുന്ന ഭവനങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതരെ, കർത്താവെ അവർ ഇടപെടുന്നതായിട്ടുള്ള മേഖലകൾ, അവരുടെ വിശ്രമ ജീവിതങ്ങളിൽ, അവരുടെ കുടുംബ ജീവിതങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും കരുതലും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിദൂരതയിലായിരിക്കുന്നവരുകൊണ്ട് കർത്താവെ അവരോട് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ അവരെല്ലാം അവിടെ നിന്ന് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിൽ കർത്താവിനോട് കൂടുതൽ അടുത്ത് ചേർന്ന് ജീവിപ്പാൻ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ താങ്കൾ വിളിച്ച് അപേക്ഷിക്കുന്നു. ഏതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇടവകയുടെ എല്ലാവിധമായ ആശംസകളെ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, യേശുക്രിസ്തുപിതാവേ, വിശുദ്ധ ദിവസത്തിൻ്റെ ആരാധനയിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേ ആരാധിപ്പാൻ കർത്താവേ ഞങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് കർത്താവിനുള്ള സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തെ കേൾക്കുവാനും കർത്താവെ അങ്ങയുടെ സന്നിധിയോട് അടുത്ത് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അതിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട് കർത്താവെ, അതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ അനേക കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്മേലൊക്കെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാൻ അവിടെ നിര്യാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വിവിധ സ്ഥലങ്ങളിലിരുന്ന ആരാധനയിൽ നമുക്ക് ആരാധന എല്ലാവരെയും ഓർക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് കൃപ കൊണ്ടും കരുണ കൊണ്ടും എല്ലാവരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാൻ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ഇടവയെ പ്രത്യേകമായി ഓർക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയോടും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നിങ്ങൾ കർത്താവെ, ഞങ്ങൾ കൂടി വരുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിൻ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മെല്ലാവരുടെ കൂടെ നന്നേക്കും കാലാവസ്ഥാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയുള്ള ആരാധന ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. ഞായറാഴ്ചത്തെയും വിശുദ്ധ ആരാധനയിലെ പ്രാർത്ഥനയോടെ കടന്നു വരുവാനായിട്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബുധനാഴ്ചകളിൽ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം 8 മണിക്ക് സ്ത്രീന സഖ്യത്തിൻ്റെ പ്രയറുകൾ ഓൺലൈനായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഞായറാഴ്ച ദിവസത്തെ ഏരിയ പ്രയറുകളും വളരെ ക്രമമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഈ പ്രാർത്ഥനകളിലെല്ലാം ഇടവാംഗങ്ങൾ പങ്കുചേരുവാനായിട്ട് ശ്രമിക്കണം. ഇത് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഭവനങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള സാഹചര്യമുള്ളപ്പോൾ എല്ലാ ഇടവാംഗങ്ങളും അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ബാലജന പെരുന്നാൾ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് ബാലജന പെരുന്നാളിൻ്റെ ആരാധനയും തിരുവചന ധ്യാനവും ഒക്കെ നടത്തപ്പെടുവാനായിട്ടിടയായി. അനേക കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾ ആ ബാലജന പെരുന്നാളിൻ്റെ ആരാധനയിലും ധ്യാനത്തിലും ഒക്കെ പങ്കെടുത്തു. അതിലൂടെ പ്രത്യേകമായ സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. അതിന് നേതൃത്വം നൽകിയതായിട്ടുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ ടാലൻസ്, അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും ടാലൻറ്റുകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്ത് അത് നമ്മുടെ യൂട്യൂബിൽ, ഇടവകയുടെ യൂട്യൂബിൽ അത് ക്രമീകരിക്കുവാനായിട്ടിടയായി. അത് ഏറ്റവും സന്തോഷകരമായിരുന്നു. അതിലൊക്കെയും പങ്കുചേർന്ന എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഉറപ്പിച്ചതുപോലെ ബാലജന പെരുന്നാളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സ്തോത്ര വഴിപാടുകളാണ് നമ്മൾ പർക്കാനിലുള്ള സൺഡേ സ്കൂളിൻ്റെ മിഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ ഈ ദിവസങ്ങളിൽ അത് നമ്മുടെ ശുശ്രൂഷകരുടെ കൈവശമോ കൊടുത്തുവിടുകയോ അല്ലെങ്കിൽ അച്ഛന്മാരെ ഏൽപ്പിക്കുകയോ ചെയ്യാവുന്നതാണെന്ന് മുഖ്യമായിട്ട് ഓർപ്പിക്കുന്നു. സഭയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരുടെയും സഹകരണം ഈ സമയത്ത് ആവശ്യപ്പെടുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹത്തോടെ വഴി നടത്തുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.